അറിഞ്ഞുകൊണ്ട് ഒരു ജീവനെ നിങ്ങൾ നശിപ്പിച്ചാൽ അത് കൊലപാതകമാണ്. അതിപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചാലും ഇനിയിപ്പോൾ ആരംഗീകരിച്ചാലും അത് കൊലപാതകമാണ്. ഒരു ആത്മാവ് നീണ്ട വർഷം കാത്തിരുന്നിട്ടാണ് ഒരു ശരീരം എടുക്കുന്നത്. ആ എടുത്തു വരുന്ന ആത്മാവിനെ ഭൂമി കാണിക്കാതെ നമ്മൾ പറഞ്ഞു വിട്ടാൽ ഉറപ്പായിട്ടും വൈരാഗ്യം ഉണ്ടാവും. അടുത്ത നിമിഷം നമ്മൾ നശിക്കാൻ തുടങ്ങും. ഒരു പ്രൊട്ടക്ഷൻ സ്വീകരിക്കണതിന് എന്നാ പ്രശ്നം? കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞതിന് ശേഷം പാരൻസ് നശിപ്പിച്ച് കളയുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇത് ഉറപ്പായിട്ടും ബാധാദോഷമായിട്ട് മാറും. കർമ്മം അനുഭവിച്ചേ പറ്റൂ. അതിന് നിങ്ങൾ എത്ര മന്ത്രം ജപിച്ചിട്ടും എത്ര മെഡിറ്റേഷൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല മോനെ, അനുഭവിക്കേണ്ട വരും. ഈ റീബർത്ത് കാര്യങ്ങളൊക്കെ പോസിബിൾ ആണോ? റീബർത്ത് ഉള്ളതാണോ? അവർ പറഞ്ഞതെല്ലാം കറക്റ്റായിരുന്നു. എന്നെ പറ്റി അവർ മൊത്തം പറഞ്ഞു. എനിക്ക് ഈ ജന്മത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഞാൻ ആരാണ് ഈ ജന്മത്തിൽ, ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്താണ്, എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ ജോലികളെല്ലാം വിടേണ്ടി വരും, എല്ലാം ഉപേക്ഷിക്കേണ്ടി വരും, എല്ലാം തകർന്ന് തരിപ്പടമാവും തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഇതിന് വർഷങ്ങൾക്ക് മുൻപ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ദേവിയുടെ വരുത്തുപോക്ക് എന്നൊക്കെ പറഞ്ഞ് കൺവേർട്ട് ചെയ്ത് തുടങ്ങി. അങ്ങനെയല്ല, ഈ പറയുന്ന ക്ഷേത്രങ്ങളിലോട്ട് വരുന്ന ആത്മാക്കളുടെ വരുത്തുപോക്കാണ്. പക്ഷെ ഒരു വിരല് പോലും അനക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അത് പേടിക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥയാണ്. എനിക്ക് പകരം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത് പ്രേതബാധ എന്ന് പറഞ്ഞത്. ഈ പറയുന്ന സോളുകളുടെ പ്രത്യേകത ഇവർ സെക്ഷലി അബ്യൂസ് ചെയ്ത് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരയുന്ന സമയത്ത് അദൃശ്യമായൊരു സാന്നിധ്യം വരും, തലോടുന്നതായിട്ട് ഫീൽ ചെയ്യും, അവരെ ഉമ്മ വയ്ക്കുന്നതായിട്ട് ഫീൽ ചെയ്യും തുടങ്ങിയുള്ള ഒരുപാട് ഇമോഷണൽ കടന്നു പോകും. ഇറ്റ്സ് എ ട്രാപ്പാണെന്ന് മനസ്സിലാക്കുക. 2-2.5 മണിക്കൂർ സെക്ഷലി അങ്ങ് അബ്യൂസ് ചെയ്ത് കളയും, ഉപയോഗിച്ച് കളയും. ഈ മന്ത്രവാദം, പ്രേതം, ഭൂതം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ക്രൈസാണല്ലോ. ഇത് ഒരു വട്ടം നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന് പുറത്ത് കിടക്കാൻ പറ്റില്ല. മറ്റേതിനെ എന്താണോ നമ്മൾ തകർക്കുന്നത് എങ്കിൽ മാത്രമേ ഉള്ളിലിരിക്കുന്നതിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും, മരണം വരെ നമ്മൾ ഇങ്ങനെ കൈകൊമ്പി നിൽക്കും.